ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ യാത്ര വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ഹിൽ പാലസിലേക്കാണ്. നമ്മൾ പോകുന്ന വഴിയിലാണ് കേട്ടോ കൊച്ചിൻ റിഫൈനറി ഉള്ളത്. ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ 5 പേരാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മൾ ഹിൽ പാലസിൽ എത്തിച്ചേർന്നു. അകത്ത് കയറി ടിക്കറ്റ് എടുത്തിട്ട് കാർ പാർക്ക് ചെയ്യാനായിട്ട് പോയി. ഇനി ഹിൽ പാലസിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ ഗൂഗിൾ പേ ഇല്ല കേട്ടോ, ക്യാഷ് മാത്രമേ ഉള്ളൂ. കാർ പാർക്ക് ചെയ്തതിനു ശേഷം പാലസിനകത്തേക്ക് കയറാനുള്ള തത്രപ്പാടിലാണ് ഞങ്ങൾ. ഇത്രയും പടികളെല്ലാം ആരാണോ ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്? അങ്ങനെ പലതും പറഞ്ഞു നടന്ന് ഒരു വിധത്തിൽ പാലസിന്റെ മുറ്റത്തെത്തി. ഇനി നമ്മൾ ചെരുപ്പുകൾ സൂക്ഷിക്കാനായിട്ട് ക്ലോക്ക് റൂമിലേക്കാണ് പോകുന്നത്. അവിടെ ചെരുപ്പുകളെല്ലാം ഊരി വെച്ചതിനു ശേഷം പാലസിന്റെ മെയിൻ വാതിൽ ലക്ഷ്യമാക്കി എല്ലാവരും കൂടി അങ്ങോട്ട് നടന്നു. ഈ പെണ്ണുങ്ങൾ ഇപ്പോഴെങ്ങാൻ നടന്നെത്തുമെന്ന് ചിന്തിച്ച് ജിത്തുമോൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നുണ്ട്. അകത്ത് കയറി മണിച്ചിത്രത്താഴിലെ ശ്രീദേവിയാകാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും ഒരിക്കലും ശരിയാകാത്തതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു. അമ്മ ഇവിടെ ശ്രീദേവിയാണെന്നും വീട്ടിൽ ഗംഗയാണെന്നും വെച്ചു. അകത്ത് ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അകത്ത് പല സ്ഥലങ്ങളിലും ഫോട്ടോസും വീഡിയോസും ഒന്നും അനുവദനീയമല്ലാത്തത് കൊണ്ടാണേ. അയ്യോ, ഇതെന്താ തലയില്ലാത്ത രാജാവോ? അയ്യോ, തലയില്ലാത്ത രാജാവല്ല, അത് രാജാവ് ധരിച്ചിരുന്ന കോട്ടാണെന്ന് ശ്രുതി. അകത്തെ കാഴ്ചകളെല്ലാം കണ്ട് കുളം ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. എന്റെ ദൈവമേ, സിനിമയിൽ കാണുമ്പോൾ ഈ കുളത്തിലേക്ക് ഇതിന് മാത്രം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് വിച്ചുമോളുടെ ചോദ്യത്തിന് വീണ്ടും വീണ്ടും മണ്ടത്തരങ്ങൾ പറയല്ലേ എന്നുള്ള ജിത്തുമോന്റെ ശകാരവും. വഴിയിൽ കണ്ട മാങ്ങനാറി പൂവെടുത്ത് കയ്യിൽ ക്യൂടെക്സ് ഇട്ട് കളിക്കുന്ന ശ്രുതിയെ കണ്ടപ്പോൾ ഒരു LKG കുട്ടിയാണ് എനിക്ക് ഓർമ്മ വന്നത്. മാനുകളെ കണ്ടപ്പോഴുള്ള വിച്ചുവിന്റെ സന്തോഷം കൊണ്ട് എനിക്ക് മനസ്സ് നിറഞ്ഞു. നിലത്തിടനിരുന്ന ഒരു തല്ലിത്തേങ്ങ എടുത്ത് തല്ലി ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. ഇത് കണ്ടത് എന്ത് സാധനമാണെന്ന് അറിയാൻ വേണ്ടി അടുത്ത് പോയ വിച്ചുവിന്റെ വായിലേക്ക് അതിന്റെ പരിപ്പ് വെച്ചു കൊടുത്തപ്പോൾ വിച്ചുവിന്റെ മുഖത്തൊരു വല്ലാത്ത റിയാക്ഷൻ. നിങ്ങളിവിടെ തല്ലിത്തേങ്ങ നിന്നോ, എനിക്ക് ഭയങ്കര വിശപ്പുണ്ടെന്ന് വീഡിയോഗ്രാഫറായാണെന്ന് പറഞ്ഞപ്പോൾ എന്നാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തുള്ളി ചാടിക്കൊണ്ട് പോകുന്ന രംഗാണിത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കാറിന്റെ അടുത്തേക്ക് പോയിട്ട് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പൊതിച്ചോറ് കഴിച്ച് ഞങ്ങൾ എല്ലാവരും ആർത്തിയോടുകൂടി ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.